ഇവിടെ വെൽത്ത് ക്രിയേറ്റ് ആൾക്കാർക്ക് ഒരു എഗനിസ്റ്റാണ് വെൽത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരെ കേരളത്തിൽ. പക്ഷേ ഗൾഫിലൊക്കെയാണെങ്കിൽ വെൽത്തുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യും. ഈ പൈസ ഉള്ള ഒരാളെ ഒരു മനുഷ്യൻ കേരളത്തിൽ വലിയ പ്രയാസമാണ്. അതെന്തുകൊണ്ടായിരിക്കും സാർ? അതൊക്കെ ജലസി എന്ന് പറയും. എനിക്കുണ്ടായില്ല, അവനെങ്ങനെ ഉണ്ടായി, അല്ല മറ്റൊന്നും കാര്യമില്ല. അങ്ങനല്ലേ തോന്നുന്നത്, എനിക്കുണ്ടാകാൻ പറ്റില്ല അവനുണ്ടായി എന്ന് പറയും. അല്ലെങ്കിൽ പറയാൻ കള്ളക്കടത്താണ് കഴിഞ്ഞാൽ അങ്ങനെ പലതും പല സ്റ്റോറീസും പറയും. പക്ഷെ മറ്റ് രാജ്യങ്ങളെല്ലാം വെളുത്തുള്ള ആൾക്കാരെ വളരെ ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യും, വെൽക്കം ചെയ്യും. വെളുത്തുള്ളവനെ ഉള്ളു വില. അല്ലെങ്കിൽ ട്രംപിനെ ആര് വില വെക്കും അല്ലേ? അതിന് വെളുത്തും മിലിറ്ററി ഉണ്ടായിരുന്ന ആൾക്കാർ രാജ്യം വില, ലോകരാജ്യങ്ങൾ വില വെക്കുന്നത്. മണിപ്പൂറാണ്. അത് കേരളത്തിൽ രാജേഷ് ചോദിച്ച പോലെ അത് കേരളത്തിൽ മാത്രമാണ് ഈ ഒരു അർഹിക്കുന്ന ബഹുമാനം കിട്ടാത്തത്? കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും ബാക്കി സംസ്ഥാനങ്ങൾക്കില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ഈ ജലസി അല്ലാതെ ഇപ്പം പറയാൻ പറ്റില്ല, ഇത് പണ്ടേ തുടങ്ങി വന്നതാണ്. നമ്മുടെ കൾച്ചറാണ്. ഇത് ചിലപ്പോൾ പറയാറുണ്ട് കേരളത്തിൽ മാത്രമാണ് ഈ വൈശ്യ കമ്മ്യൂണിറ്റി ഇല്ലാത്തത്, ഒരു ബിസിനസ് പാരമ്പര്യം ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആണ് കേരളം മാത്രമേ ഉള്ളൂ. അതായത് കോഴിക്കോട് മാറ്റി കൾച്ചർ മാറ്റുക. ഏറ്റവും കൂടുതൽ NRIസും റിച്ചസ്റ്റ് ആൾക്കാരുള്ള ഞാൻ വിചാരിക്കുന്നത് കർണൂൽ തൊട്ടം അല്ല കോഴിക്കോട് തൊട്ടങ്ങോട്ടാണ് ഏറ്റവും റിച്ചസ്റ്റ് NRIയും പൈസയുള്ള ആൾക്കാർ. അവിടെ ഈ കുഴപ്പമില്ല. അവിടെ ആ യൂണിറ്റി വളരെ കൂടുതലുണ്ട്. തെക്കോട്ട് ആ യൂണിറ്റി ഇല്ല. ഒരു കമ്മ്യൂണിറ്റി റീസൺ കൊണ്ടാണോ അത്? അപ്പോൾ പക്ഷേ യൂണിറ്റി ഉണ്ട് അവിടെ. ആ യൂണിറ്റി ഈ എറണാകുളം കഴിഞ്ഞ തെക്കോട്ടില്ല. എറണാകുളം കഴിയണ്ടെന്ന് തോന്നി, ഇപ്പുറത്ത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ സൗത്ത് കേരളയിൽ തെക്കൻ കേരളത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെന്ന് വളരെ കൊള്ളാം. ഈ ഏറ്റവും കൂടുതൽ വർഷം ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. പക്ഷെ മറ്റ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ജില്ല കാലിക്കറ്റും ഉണ്ട്. ഏറ്റവും കൂടുതൽ NRIസും അവർ ജോലി ചെയ്യില്ല, എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, പൈസ അയക്കുന്നവരാണ്. അവരുടെ കളിച്ചിരുന്ന ഒരാൾ എല്ലാ ദിവസവും മിനിമം ഒരു 2000 ആൾക്കാരെങ്കിലും ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഒരു 2 മാസം ഒരാഘോഷമാണ്. എല്ലാവരും വിളിച്ച് ഒരു യൂണിറ്റ് സഹായിക്കുക, ഫുഡ് കൊടുക്കുക. നമ്മുടെ തെക്കോട്ടില്ല അത്. ശരി, പലപ്പോഴും പറയാറുണ്ട് ഗൾഫിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന കേരളം ഉണ്ടാവില്ലായിരുന്നു എന്ന്. അതെ, അത് അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും. എത്ര ലക്ഷം ആൾക്കാരാണ്, എത്ര മില്യൺസാണ് ഗൾഫിൽ ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളുണ്ടാകില്ല. ഇപ്പം ഞാൻ ഉണ്ടാകത്തില്ല, അങ്ങനെ യൂസ് പോലെ ഉണ്ടാകത്തില്ല, പലരും കാണത്തില്ല. ഗൾഫ് ഉണ്ടാകുന്ന ഒരു ചാൻസ് ഉണ്ടായിട്ടുള്ള. അത് കണക്ട് ചെയ്തൊരു ചോദ്യം ചെയ്യും സാർ. ഇപ്പോൾ ഓയിൽ ഇൻഡസ്ട്രിയായിട്ട് കണക്ട് ചെയ്താണ്. ഓക്കെ സാർ, ഡീറിസ്ക് ചെയ്തിട്ടില്ല, ഡൈവേഴ്സിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോഴും അതൊരു സൈക്ലിക്കൽ നേച്ചർ ഉണ്ട് ഓയിൽ ഇൻഡസ്ട്രിക്ക്. ഇപ്പോഴും NSH തന്നെയാണ് മെയിൻ കോർ. ഇത് വേറെ ഒന്നിലേക്കും തിരിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ അറിയാവുന്ന ബിസിനസ് ചെയ്യുക. നമ്മുടെ ഗുഡ് വില്ലുണ്ട്. ഈ ഓയിൽ ഫീൽഡിൽ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ക്വാളിഫൈ ചെയ്യണം, വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് അതുകൊണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നമ്മൾ മൊണോപ്പൊളി കൊണ്ട് ചെയ്യുന്നുണ്ട്. അല്ല, അതൊക്കെ ഉണ്ട്. അസറ്റൊക്കെ ഉണ്ട്. അസറ്റ് അതുകൊണ്ട് ലണ്ടനിൽ പ്രോപ്പർട്ടി ഉണ്ട്, ഓഫീസ് ബിൽഡിംഗ് ഉണ്ട്, പിന്നെ ഓസ്ട്രേലിയയിലുണ്ട്. അതുകൊണ്ടൊന്നും വരുമാനം ഉണ്ടാകില്ല. ഈ വരുമാനം നമ്മുടെ കോർ ബിസിനസ് മാത്രമേ ഉണ്ടാകുള്ളൂ. അത് നമ്മൾ ആദ്യം ചോദിച്ച പോലെ ഈ ആദ്യത്തെ പരാജയത്തിൽ നിന്നുണ്ടായ ഒരു പേടിയുണ്ട്, റിസ്ക് എടുക്കാനുള്ളൊരു മടി, അതിൽ നിന്നാണോ അത്? ഇപ്പം നമ്മൾ പ്രായം കൂടി കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. അന്ന് കൊച്ചാനില്ലേ എന്ന് പറഞ്ഞാൽ പക്ഷെ അന്ന് അത് അങ്ങനെ ആ ബിസിനസ് പൊളിഞ്ഞത് വളരെ സന്തോഷമാണ് അല്ലേ. അതുകൊണ്ടാണ് ഗൾഫിൽ പോകാൻ ബാധിച്ചത്. ഗൾഫിൽ എൻ്റെ ഒരു ഗോൾഡൻ ഭാഗ്യം എന്ന് വെച്ചത് ഗൾഫിൽ പോയതാണ്. കർഷക കുടുംബത്തിൽ നിന്നാണല്ലോ വരുന്നത്. അതെ. അപ്പോൾ ഏതെങ്കിലും സ്റ്റേജിൽ ഈ കൃഷിയിലേക്ക്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം. ഞങ്ങൾ 5-6 വയസ്സായപ്പം ഈ പശുക്കളുണ്ട്. ഞങ്ങൾ ജോലിക്കാരും കാണുമ്പോൾ ജോലിക്കാർ വീട്ടിലുള്ള പശു പിന്നെ പുല്ലുണ്ടല്ലോ, പുല്ല് പശുവിനെ ഉണ്ടാക്കുക കണ്ട് പശുക്കളെ കുളിപ്പിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ എല്ലാ പണിയും എല്ലാ കംപ്ലീറ്റ് പണി ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പൂട്ടാൻ, ഈ കാളയുണ്ട്, കള വെച്ച് പൂട്ടുക. ഈ പണ്ട് ഈ കൊച്ചു തൂമ്പുണ്ട്, അത് വെച്ചാണ് വിത്തിടില്ല, കള പറയില്ല, എള്ളു അറിയാത്തൊരു പണിയില്ല. അതൊരു നല്ലൊരു അറിവാണ്. ഇപ്പം ചെയ്യാൻ പറ്റും.
അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഏതെങ്കിലും സ്റ്റേജിൽ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. കരുനാഗപ്പള്ളി ഒരു സ്ഥലത്ത് എത്ര സ്ഥലമാണ്, ഒരു നല്ല ഏറ്റവും നല്ല പറങ്ക് മാവ്, പിന്നെ കപ്പ എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലും ചെയ്യുന്നുണ്ട്. അത് പശുക്കൾ, ആട് എല്ലാം വളർത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടലിലേക്കുള്ള പാലുകളെല്ലാം നമ്മുടെ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്നത്, നമ്മുടെ ഫാമിൽ നിന്നാണ്. ഈ ഇവിടുത്തെ വെജിറ്റബിളെല്ലാം നമ്മുടെ ഫാമിൽ നിന്നാണ്, വാങ്ങുന്നില്ല. അതെല്ലാം ഫ്രഷ് കിട്ടാൻ വേണ്ടി, ലാഭത്തിന് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി. നേരത്തെ നമ്മൾ കേരളത്തിൻ്റെ കാര്യം ചോദിച്ചാൽ അതിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കും. അതായത് ഈ കേരളത്തിൻ്റെ എല്ലാം എപ്പോഴും ഉള്ളൊരു കൾച്ചർ, മേ ബി നമ്മുടെ ഒരു പൊളിറ്റിക്സ് കൊണ്ടുകൂടെ ആയിരിക്കും ഈ ബിസിനസ്സുകാരെയും പൊളിറ്റിക്സുമായിട്ട് ഇങ്ങനെ ചേരാതെ പോവുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് അത് മാറിയിട്ടുണ്ട്, കുറച്ചുകൂടെ അടുപ്പം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? കാരണം വെച്ചാൽ ഈ ഗൾഫിലുള്ള ആൾക്കാരും ഇവിടെയുള്ള പൊളിറ്റീഷ്യനും ഗൾഫിൽ പോയി ആ മാറ്റം കണ്ടു. ഇവിടെയൊക്കെ ഫാമിലീസ് ഗൾഫിലുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ മരത്തിന് മെയിൻ കാരണം അതിനി മാറത്തേ ഉള്ളൂ, ഇനി പഴയ പോലെ വരികയില്ല. അതൊരു നല്ല ട്രെൻഡ് അല്ലേ? തീർച്ചയായിട്ടും നല്ലതാണ്, അത് വലിയ മാറ്റം ഉണ്ടാകും. എന്നുവെച്ചാൽ ഈ കേരളത്തിലും പ്രകൃതി സൗന്ദര്യമായ സ്ഥലം ഇല്ല. അപ്പോൾ കൂടുതൽ ഫാക്ടറീസും ബിസിനസ്സും റോഡ്സും ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഫോറിനേഴ്സ് ഇവിടെ എത്തും. കേരളത്തിൽ കഴിഞ്ഞ 70 വർഷം നോക്കുമ്പോൾ ഒരു പകുതിയോളം കാലം ഭരിച്ചിരുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, മറുപുറത്തേക്ക് കേൾക്കുമായിരുന്നു. അപ്പം ഒരുപക്ഷെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ട്രേഡ് യൂണിയൻസ് എല്ലാം കൊണ്ട് ഈ ബിസിനസ്സുകാരെ അല്ലെങ്കിൽ മുതലാളിമാരെയൊക്കെ മാറ്റി നിർത്തണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു ഈ ഒരു വിഭാഗത്തിൻ്റെ. അതിപ്പോൾ ഒരു 10-20 വർഷം കൊണ്ട് അതിങ്ങനെ മാറി അവരെ കൂടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം എന്ന ഒരു തോന്നൽ വരുന്നുണ്ട്. ഞാൻ ദുബായിക്കാരനാണ്. അത് അവരുടെ പൊളിറ്റീഷ്യനിൽ വേണ്ടി പറയേണ്ടത് അല്ലേ? സാറിന് പക്ഷേ ഇവരുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ, എല്ലാവരുമായിട്ട്. ഉമ്മൻചാണ്ടി സാറാണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ മോദി ആണെങ്കിലും ബന്ധം വേണ്ട. നമ്മൾ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഇന്നൊന്നും രാഷ്ട്രീയക്കാരിൽ നിന്നൊന്നും നേടിയിട്ടില്ല. നേരെ മറിച്ച് നാടിൻ്റെ ആവശ്യങ്ങൾക്ക് എല്ലാ ഗൾഫും ഒരുപാട് സഹായിക്കുന്നുണ്ട്. ആ ബന്ധമുള്ളത് നമുക്ക് ഇവിടുന്ന് ഒന്നും നേടാനില്ല. ഇത്ര വലിയൊരു ബിസിനസ് കമ്പനി ഉണ്ടാക്കിയിട്ട് RP ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ബിസിനസ് കമ്പനിയാണ്. പക്ഷേ ഇത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലോ എവിടെ ലിസ്റ്റ് ചെയ്തില്ല, ഇന്റർനാഷണലോ ഒരു ടൈറ്റിലി ഫാമിലി കൺട്രോൾഡ് ഒരു ഇതാണ്. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ പബ്ലിക്? അതുകൊണ്ട് ചെയ്യണമെന്ന് ചെയ്തിട്ടില്ല, ചെയ്തില്ല. ഇനിയും പുള്ളി ഇപ്പം ഞങ്ങൾ പുതിയ ദുബായിൽ ഏറ്റവും വലിയ 1 മീറ്റർ വൈറ്റിലൊരു ബിൽഡിംഗ് പണിയാൻ പോവുക. 1 മീറ്റർ ഏറ്റവും പുതിയ രീതിയിൽ അറ്റ്കിൻസ് എന്ന് പറയുന്ന മീറ്റിംഗ് കമ്പനിയാണ്. ഇപ്പോൾ അടുത്ത 2 മാസം തുടങ്ങും, ഒരു 3 വർഷം കൊണ്ട് തരും. 300,000 അപ്പാർട്ട്മെൻറ്റ്. ആ അപ്പാർട്ട്മെൻറ്റ് ഓരോ നിലയിൽ ഓരോ പ്രത്യേക രീതിയിൽ. അത് 2 മാസം തുടങ്ങും, 3 വർഷം കൊണ്ട് പണി തീർക്കും. വലിയൊരു അച്ചീവ്മെൻറ്റാണ് അത് ചെയ്യുന്നത്. അല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ കമ്പനി? പബ്ലിക് ആവാനുള്ള പ്ലാൻ ഉണ്ടോ? ഇല്ല, ഇപ്പോൾ ഇല്ല. കാരണം വെച്ചല്ലേ ഈ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് അന്യ ആൾക്കാരുടെ പൈസ വേണ്ട, അതുകൊണ്ടാണ് ഈ സ്റ്റോക്കെല്ലാം എങ്ങനെയും വാല്യൂ ഉണ്ടാക്കി ചെയ്യുന്നതാണ്. ഇതെങ്ങനെ പോകുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ അധ്വാനിക്കുന്ന പൈസയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളൊരിക്കലും മനസ്സുകൊണ്ടൊന്നും പറ്റിച്ച് എൻ്റെ പൈസ പോയെന്ന് പറയാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ മെയിൻ പോളിസിയിൽ കണ്ണീര് കൊണ്ട് ഒരു പൈസ ഉണ്ടാക്കാൻ പാടില്ല, ഒരാളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ പാടില്ല, കള്ളം പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് മനസ്സിൽ പറയുക, ഞാൻ ഇന്നാൾ മോന്തരം എൻ്റെ ഇത്ര പൈസ പോയി, ആ ഒരു പോളിസി ഉണ്ടാകും. സ്റ്റോക്കിൽ പോകാത്തത് എത്ര കമ്പനി നിർബന്ധിക്കുന്നുണ്ട്, നമ്മുടെ വാല്യൂഷൻ കൂട്ടാം, അത് വേണ്ടെന്നുള്ള ധാരണയാണ്. അത് ഈ കണ്ണീര് കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ബിസിനസ്സിലെ കണ്ണീര് കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ബിസിനസ്സിൽ എത്തിക്സിന് എത്രമാത്രം റോളുണ്ട്? ഞാൻ എത്തിക്സിലെ മെയിൻ നോക്കുന്നത് ഉറപ്പായിട്ട്. അതൊന്ന് പറയാമോ? അതായത് ഈ ഒരു എത്തിക്കൽ പൊസിഷൻ എടുക്കേണ്ടി വന്ന ഏതെങ്കിലും ഒരു അനുഭവം പറയാമോ? ഒരു ബിസിനസ് രംഗത്ത് അങ്ങനെ പല ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടു. എത്തിക്ക് ഞാൻ ഇതുവരെ ബ്രൈബ് കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ടി വന്നിട്ടില്ല. എന്തെങ്കിലും ആ രാജ്യത്ത് നിന്ന് പ്രശ്നം കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് കൊടുക്കും. വർക്ക് കിട്ടാൻ വേണ്ടി ഇതുവരെ ബ്രൈബ് കൊടുത്തിട്ടില്ല. ഈ ഇല്ലീഗൽ ബിസിനസ്, ഒരു ഇല്ലീഗൽ ബിസിനസ് ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇത് രണ്ടും ചെയ്തില്ല.
മദ്യപാനം ചെയ്യാറില്ല. പിന്നെ ചിലപ്പം മീറ്റിങ്ങിൽ വൈൻ കുടിക്കാൻ പറ്റത്തില്ല. അത് കമ്പനീസൊക്കെ നമ്മളെപ്പോഴും യൂറോപ്പ്, അമേരിക്കയില്ല, അതൊരു പാർട്ട് ഓഫ് ദ ബിസിനസ്സാണ്, അല്ലാതെ ഇത് ഒന്നുമില്ല. ഇന്ന് വരെ ഈ അനറ്റിക്കായിട്ട് ഒരു നായ പൈസ ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കത്തുമില്ല. സാധാരണ പറയുക എത്തിക്കലായി ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റില്ല എന്നാണ് പൊതുവെ നാട്ടിൽ പറയുക എല്ലാവരും. അതൊക്കെ ഒന്നുമില്ല. ഇപ്പം ടാറ്റ എത്തിക്സായിട്ട് ബിസിനസ്സാണ് ഇന്ത്യയിൽ. ടാറ്റ മാത്രം പറയാം, വേറെ ഒന്നുമില്ല. നമുക്ക് കുഴപ്പമുണ്ടോ? പിന്നെ വിദേശത്ത് പല കമ്പനികളും അത് ഇപ്പം നമ്മൾ ഗൾഫിൽ ചെല്ലുമ്പം നമ്മൾ ഒപ്പിടണം എത്തിക്സ് പാടില്ലെന്നുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. എല്ലാ പ്രോജക്റ്റും നമ്മുടെ എംപ്ലോയീസിന് വരെ എത്തിക്സ് ബ്രൈവ് വാങ്ങാൻ പാടില്ല, ഒപ്പിട്ടിട്ടേ നമ്മൾ എംപ്ലോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പൊതു നിയമമാണ്. പക്ഷേ 100% ലീഗലായിട്ട് ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ബിസിനസ് ആണെങ്കിലും പൊളിറ്റീഷ്യൻസിന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് കാശ് കൊടുക്കാണ്ട് ഇവിടെ ബിസിനസ് നടത്താൻ പറ്റില്ല. അതൊരു ബ്രൈബ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡൊണേഷൻ ആണ് നമ്മളതിന് പറയുന്നത്. പക്ഷെ അതും ഒരു രണ്ടുമൂന്നാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഇവിടെ. ഇപ്പം കുറച്ചിട്ടുണ്ട്, പഴയ പോലെ പണ്ടുണ്ട്. ഇപ്പം അത്ര ഒന്നും പറ്റില്ല. ഇപ്പം പുതിയ ഈ ടി വിയും ഈ ചാനലൊക്കെ ഒന്നിപ്പം ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ ഇപ്പം ചെയ്യണമെന്ന് വെച്ചാൽ നടക്കില്ല, വളരെ അപൂർവം. ഇപ്പം എനിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാൻ വലിയ പ്രയാസമാണ്. ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത്തരം പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു പുതിയ രംഗത്തേക്ക് കടക്കാനായിട്ട് ആരെങ്കിലും താങ്കളെ അപ്രോച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയൊരു സെക്ടറിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള അത്തരം ഡിമാൻഡ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? പലരും പറയും. ഇപ്പം നമ്മൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ പറയും, പലരും ബിസിനസ് പറയുമ്പോഴേ നമുക്കറിയാം അത് നല്ലതാണ് ചെയ്തത്. ഇപ്പോൾ ഇന്നലെ ഒരു വലിയ ഗ്രൂപ്പ് വന്നു, വലിയ ബിസിനസ് ചെയ്യണം പറഞ്ഞു. അത് ലോകത്ത് മൊത്തം ഈ ഗ്യാസ് എങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ നമ്മളത് വേണ്ട എന്ന് വെക്കും. അപ്പോഴും നമ്മുടെ മനസ്സ് പറയും അത് വേണ്ട എന്ന്. ഈ പൈസ മാത്രമല്ല, എല്ലാം നമ്മൾ ചെയ്യുമ്പം മനസ്സമാധാനം വേണം. നമ്മൾ വയസ്സായി വരികയാണ്, എല്ലാം സ്വസ്ഥമായിട്ട് പോകണം. ഈ ബിസിനസ് പൊളിയാൻ ഒരു ഡീല് മതി, നമ്മൾ പൊളിഞ്ഞു പോകും എല്ലാം ഉണ്ടായാലും. അപ്പോൾ അതില്ലാതെ നോക്കുക, ഉള്ളത് നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ. ഒരു ക്രൂഷ്യൽ ബിസിനസ് ഡീല് സൈൻ ചെയ്യുന്നതിന് മുന്നേ താങ്കൾ എന്താണ് അതിൽ നോക്കുന്നത്? എന്താണ് നമ്മുടെ മനസ്സിൽ ഒരു നമ്മൾ ഫുൾ ലാഭം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാക്കാൻ പാടില്ല. ചില സമയത്ത് നമുക്ക് വർക്ക് കിട്ടാൻ വേണ്ടി ബ്രേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ തന്നെ പൈസ, ലോണല്ല, ബാങ്ക് ലോണല്ല, ഇതല്ല. അപ്പോൾ നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ. വലിയ പബ്ലിക്കുള്ള കമ്പനി അവർ വർക്ക് കിട്ടാൻ വേണ്ടി ഈ കോമ്പറ്റീറ്റീവ് റേറ്റ് കുറച്ച് വർക്ക് എടുക്കാറുണ്ട്. അതവരുടെ ഷെയർ മാർക്കറ്റ് കൂടാൻ വേണ്ടിയാണ്. ഞാനത് ചെയ്യില്ല. ഒരു ബിസിനസ്സുകാരന് വേണ്ട, ഒരു നല്ല ബിസിനസ്സുകാരന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി ആദ്യം പറഞ്ഞു ട്രസ്റ്റ്. അതാണ് മെയിൻ. അതല്ലാതെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രസ്റ്റാണ് ആദ്യം. ഏത് ബിസിനസ് ട്രസ്റ്റ് അല്ലേ? ട്രസ്റ്റ് പോയാൽ പിന്നെ നടക്കത്തില്ല. ഇപ്പോൾ നമ്മളുള്ള കാണുമ്പോൾ ട്രസ്റ്റ് ചെയ്യണമെന്ന് തിരക്കിട്ടേ പോവുള്ളൂ. ഈ ട്രസ്റ്റിനകത്ത് എല്ലാം വരുമത്തില്ലേ? ആ ജീവിതത്തെ പറ്റി ബന്ധം, കമ്മിറ്റ്മെൻറ്റ് ആണ്. ട്രസ്റ്റും കമ്മിറ്റ്മെൻറ്റ് ഇത് രണ്ടും നോക്കണം. പിന്നെ ഏത് ബിസിനസ് തുടങ്ങുമ്പോൾ ആളെ പറ്റി കംപ്ലീറ്റ് പഠിക്കണം. ആരായാലും പഠിക്കും, എങ്ങനെയാണ്, എന്താണ്, പാളിച്ച് എവിടെ ഉണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പണ്ടൊക്കെ ഇല്ല, പറ്റും. അങ്ങനെയാണ് പോകുന്നത്.